നാട്ടുക വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. ഭാരതീയ ഔഷധ സസ്യ പരിപാലന സമിതി അത്തിപ്പറ്റ രമേശൻ നമ്പൂതിരിയെ ആദരിച്ചു. ചെത്തല്ലൂർ അത്തിപ്പറ്റ മനയിൽ വെച്ച് ഭാരതീയ ഔഷധ സസ്യ പരിപാലന സമിതിയുടെ ആഭിമുഖ്യത്തിൽ അത്തിപ്പറ്റ രമേശൻ നമ്പൂതിരിയെ ആദരിച്ചു. പാമ്പിൻകാവിൽ ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ച് പരിപാലിപ്പിക്കുന്നതിനാണ് സ്നേഹാദരം നൽകിയത്. ഭാരതീയ ഔഷധ സസ്യ പരിപാലന സമിതി സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് പാർലാണ് രമേശൻ നമ്പൂതിരിയെ പൊന്നാടണിയിച്ച് ആദരിച്ചത്. ഭാരതീയ ഔഷധ സസ്യ പരിപാലന സമിതി പാമ്പുംകാവുകൾ സംരക്ഷിക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. ആ സംരക്ഷിക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ മനയിൽ തിരുമേനിയുടെ സഹായത്തോടു കൂടി കുറച്ച് ഔഷധ സസ്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുക്കാൻ ബഹുമാനപ്പെട്ട കുറേ ജസ്റ്റിസുമാർ കൂടിയ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർ, അതുപോലെ ആരോഗ്യ പ്രവർത്തകർ, ജീവകാരുണ്യ പ്രവർത്തകർ, അവരെല്ലാവരും കൂടിയ കേരളത്തിലെ കാസർഗോഡ് ട്രിവാൻഡ്രം വരെയുള്ള സജീവമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ് ഇത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല മനസ്സിന് ഞങ്ങൾ ഒരു ചെറിയ ഒരു പൊന്നാട അണിയിക്കുകയും പിന്നെ അതേപോലെ തന്നെ ഔഷധ സമിതിയുടെ പ്രതീക്ഷ ഒരു നോനി ഈ പല പുറത്ത് ബാഗും തൂക്കിയിട്ട് അപൂർവമായിട്ട് പല സംഗതികളും കൊണ്ടുവരുന്നുണ്ട്. അത്തരം ആളുകളുടെ നമുക്ക് എന്ത് ചെയ്യാം, ആ സാധനമാണ് ഇതിന്ന് ഉണ്ടാക്കുന്നതാണ് നോനി. അപൂർവമായിട്ടുള്ള ഒരുപാട് ഔഷധങ്ങൾ ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് പ്രതീക്ഷയാണ് കൈമാറുന്നത്. സമിതി അംഗം പ്രതീഷ് അലിപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു. അത്തിപ്പറ്റ രമേശൻ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി, നാരായണൻ നമ്പൂതിരി എന്നിവർക്കൊപ്പം മറ്റു കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. അപൂർവമായി ഔഷധസസ്യമായ ലോലിച്ചെടി പ്രതീഷ് അലിപ്പറമ്പ് രമേശൻ നമ്പൂതിരിക്ക് നൽകി. നാട്ടുക വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.